ലാൻഡ്സ് ഓൺ ഹബിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സസ്പെൻസായിട്ടൊരു അടിപൊളി പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം, ഐ എം എ ഹാർഡ് കോർ ആപ്പിൾ ഫാൻ അല്ലെങ്കിൽ ആപ്പിൾ ലവർ. ഒരു ആപ്പിൾ ലവറിനും പിന്നെ ഒരു ഓഡിയോ എന്തൂസിയാസ്റ്റിനും കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്. ആൻഡ് ദിസ് ഈസ് ആപ്പിൾ AirPods Pro. So we are going to unbox this product right now and give or check an initial impression. So without any further ado, let's get started. So guys, ഇതാണ് നമ്മുടെ എയർപോഡ്സിൻ്റെ പാക്കേജിങ്. ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ആക്ച്വലി ഒരു എംബ്ലം 3D പ്രിൻറ്റഡ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്കൊരു ആപ്പിൾ ലോഗോ, ഇവിടെ AirPods Pro വിത്ത് വയർലെസ് ചാർജിങ് കേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഒരു ആപ്പിൾ ലോഗോ. ആൻഡ് ഇവിടെ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് അല്ല, കുറച്ച് ഇൻഫോർമേഷനും സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എയർപോഡ്സ് വിത്ത് വയർലെസ് ചാർജിങ് കേസിന് കുറച്ച് ലാംഗ്വേജസിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് കേസിൻ്റെ ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. വിൽ അൺബോക്സ് ഇറ്റ്. ആൻഡ് യാ, ദെയർ ഇസ് ഇറ്റ്. ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയയുടെ ഒരു കവറ്. നമുക്ക് വാട്ട്സ് ഇൻ ദിസ് നമുക്ക് ആദ്യം നോക്കാം. സോ ഇവിടെ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. ആൻഡ് ഹിയർ വി ഹാവ് AirPods Pro. നമുക്കിതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് അറിയാവുന്നൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. ആൻഡ് ഇവിടെ കുറച്ച് വാറണ്ടി ഇൻഫോർമേഷൻസും കുറച്ച് സാധനങ്ങളുമാണ്. ആൻഡ് നമുക്കിവിടെ നമ്മുടെ AirPods ഇറ്റ് സെൽഫ് കിട്ടുന്നുണ്ട്. കാണാൻ ഇത്തിരി കോമഡിയാണ്. ദിസ് ഇസ് ആക്ച്വലി ദി പ്രോഡക്റ്റ്. ആൻഡ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു പുൾ ടാബ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വി ലിഫ്റ്റ് ആൻഡ് ദർ വി ഹാവ് ദി എക്സ്ചേഞ്ചബിൾ ഇയർ ടിപ്സ്. ഇയർപോഡ്സിനൊക്കെ പോലെ വൺ ഡിസൈൻ ഫിറ്റ്സ് ഓൾ ഡിസൈൻ അല്ല, നമുക്കൊരു സിലിക്കോൺ ടിപ്പ് കിട്ടുന്നുണ്ട് വിച്ച് ഇസ് ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് സോഫ്റ്റ്. ആൻഡ് ദാറ്റ് ഇസ് നൈസ് ടച്ച്. ആൻഡ് വി ഓഫ് കോഴ്സ് ഹാവ് എ USB Type-C ടു ലൈറ്റ്നിങ് കേബിൾ. അതും നല്ലൊരു കാര്യമാണ്. സോ ആക്ച്വലി ഞാൻ ഈ കേബിൾ എടുക്കുന്നില്ല, ബിക്കോസ് എൻ്റെ ഐപാഡിൻ്റെ ജനറേഷൻ്റെ ചാർജർ വെച്ചിട്ട് എനിക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓർ ഇത് വയർലെസ് ചാർജിങ് കേപ്പബിൾ ആണ്, നമുക്കിത് വയർലെസ് ചാർജർ വഴി ചാർജ് ചെയ്യാനും സാധിക്കും. ദാറ്റ് ഈസ് ഓൾസോ റിയലി നൈസ് ടച്ച്. ആൻഡ് ബോക്സിൽ വേറൊന്നും ഇല്ല. വിൽ ഗെറ്റ് ഇൻ ടു ദ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്. സോ ദിസ് ഈസ് ദ വയർലെസ് ചാർജിങ് കേസ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലാണ് എയർപോഡ്സ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ചൈന എന്ന് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു എന്താ പറയുക, സി ഗൈസ് ഒട്ടും തന്നെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. സോ ഇത് സ്വിച്ച് ആണോ എന്ന് തന്നെ വിചാരിച്ച് പോകും. So connection process is very simple, as this got the H1 chip. So ഒരു ആപ്പിൾ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ബ്ലൂടൂത്ത് വെറുതെ ഓൺ ആക്കി ആൻഡ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ യു ക്യാൻ സീ ദ പ്രോംപ്റ്റ് ഓവർ ഹിയർ. സീ ഗൈസ്, യാ, ദാറ്റ് ആനിമേഷൻ ഐ ലവ് ഇറ്റ്. AirPods Pro. ആൻഡ് ഗൈസ് നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു വൈറ്റ് ലൈറ്റ് ദാറ്റ് ഇസ് ഫ്ലാഷിങ് ഓവർ ഹിയർ. ആൻഡ് കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇവിടെയും കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇസ് ഫാൻറ്റാസ്റ്റിക്. ആൻഡ് കണക്ട്, ഇത് നമ്മൾ ജസ്റ്റ് കണക്ട് അടിച്ചാൽ മതി. ഇറ്റ്സ് കണക്റ്റിംഗ്. ആൻഡ് സി media control. Press once on either AirPod to play, pause, twice or skip forward. ആൻഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ നോയ്സ് കൺട്രോൾ, അതായത് ട്രാൻസ്പാരൻസി മോഡും നോയ്സ് ക്യാൻസലേഷനും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് ഐ സ്കിപ്ഡ്. ആൻഡ് അനൗൺസ് മെസ്സേജസ് ആൻഡ് കോൾസ്, യെസ്, ഞാനത് ഓൺ ആക്കിയിട്ടാണ്. സോ എയർപോഡ്സിൻ്റെ ചാർജ് 50%, ഇതിൻ്റെ കേസിൻ്റെ ചാർജ് 69 ആണ്. ലാൻഡ്സ് AirPods Pro. ആൻഡ് ഇവിടെ ബാറ്ററി വിഡ്ജറ്റ് ഇട്ടേക്കാണെങ്കിൽ നമുക്കിവിടെ എല്ലാത്തിൻ്റെയും ചാർജ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഐപാഡിൻ്റെ ചാർജ് 68%, എയർപോർട്ട് ലെഫ്റ്റ് എയർപോർട്ടിൻ്റെ 60%, റൈറ്റ് എയർപോർട്ടിൻ്റെ 50%, അല്ലെങ്കിൽ കേസിൻ്റെ ചാർജ് 69 ആൻഡ് സോ റൈറ്റ് നൗ ഐ എം ഗോണ ക്ലോസ് ദിസ്. ആൻഡ് ഇപ്പോൾ ഇത് ഡിസ്കണക്റ്റ് ആവുമോ ഇല്ലയോ എന്ന് അറിയില്ല. ലെറ്റ്സ് ചെക്ക് ഔട്ട്. യാ, ഇപ്പോൾ ഇത് ഡിസ്കണക്റ്റ് ആയി. നൗ ദി ബ്ലൂടൂത്ത് ഇസ് ജസ്റ്റ് ഓൺ. സോ ഇനി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേസ് ക്യാം വെച്ചിട്ട് നമ്മുടെ റെഗുലർ ഇയർപോഡ്സിൽ നിന്ന് എയർപോഡ്സിലേക്ക് വയ്ക്കുമ്പോൾ ഒരു ചേഞ്ച് ഓവർ, എൻ്റെ റിയാക്ഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആൻഡ് ഗൈസ്, in my entire life I haven't experienced noise cancelling or ട്രാൻസ്പാരൻസി മോഡലുള്ള ആപ്പിളിൻ്റെ എയർപോഡ്സ് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ റിയാക്ഷൻ കണ്ടോളൂ. ഇത് ഞാൻ എൻ്റെ നോർമൽ ഇയർപോഡ്സ് കണക്ട് ചെയ്യുന്നത്. ഐ ലവ് ദ സൗണ്ട് ക്വാളിറ്റി ഓഫ് ദി ഇയർപോഡ്സ്. സോ ഐ ഹാവ് മൈ ഐപാഡ് 8th ജനറേഷൻ ഓവർ ഹിയർ. ഐ ആം പ്ലഗിങ് ഇറ്റ് ഇൻ. ആപ്പിൾ മ്യൂസിക് എടുത്തു, ഒരു സോങ് ജസ്റ്റ് വയ്ക്കുകയാണ്. ലെറ്റ് മി ട്രൈ. ആ ഡിഫറൻസ് മനസ്സിലാവാനാണ്.
ഫാൻ ഫുൾ സ്പീഡ് ഓൺ ആണ്. നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല ഇതിന്, പാസീവും ഇല്ല ആക്റ്റീവും ഇല്ല, ഒന്നുമില്ല. ഐ ക്യാൻ ഹിയർ സ്റ്റിൽ ഫാനിൻ്റെ സൗണ്ട് സ്റ്റിൽ കേൾക്കാം. ഓക്കെ ഓക്കെ ആൻഡ് നൗ ദി മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. ഇയർപോഡ്സ് റിമൂവ് ചെയ്തു. ഇയർപോഡ്സ് ഞാൻ റിമൂവ് ചെയ്തു. I took my AirPods Pro into my hand and I am popping it open. As you can see, Lance AirPods Pro have connected and ഇവിടെ ഒരു ആംബർ കളറിലൊരു ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ബാറ്ററി ലോ ആണെന്നാണ്. സോ റൈറ്റ് നൗ ഇറ്റ്സ് കണക്റ്റഡ് and pulling one out. This is so tiny, first impression. And oh, this is sound. ഒരു സൗണ്ട് വന്നു. ഓ മാൻ, യാ ഗൈസ്, ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് വെച്ചാൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിരുന്നു. സോ ഇപ്പം ഞാൻ എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട്, ആസ് യു ക്യാൻ സീ. സോ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാൻ പോവാണ്. എൻ്റെ സൗണ്ട് എനിക്ക് വളരെ മൈന്യൂട്ടായിട്ട്, വളരെ ചെറുതായിട്ട് കേൾക്കാം, ബട്ട് നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ആൻഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ യാ ഐ ക്യാൻ ഹിയർ ദി ഫാൻ സൗണ്ട് ആൻഡ് എവറിത്തിങ്. ഇനി ട്രാൻസ്പാരൻസി മോഡ്. ഓ, എനിക്ക് എൻ്റെ സൗണ്ട് തന്നെ കേൾക്കാം. ഓ യാ, എനിക്ക് ഫാനിൻ്റെ സൗണ്ട് കൂടുതൽ കേൾക്കാം. ആൻഡ് ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡിജിറ്റലൈസ്ഡ്. ലിറ്ററലി ഞാൻ ചെവിയിൽ ഒരു സാധനം വെക്കാത്ത അവസ്ഥയിലാണ് എനിക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക്. ആൻഡ് ചെവിയിൽ ഇരിക്കുന്നതിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. ഒരു പാട്ട് വയ്ക്കുകയാണ് ഗൈസ്, എന്തോ ഒരു വ്യത്യാസം. Let me check out. Okay, so first and major thing, നിങ്ങളിത് വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇതെൻ്റെ ഇയർ ടിപ്പിൻ്റെ വ്യത്യാസം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് ഇത്തിരി കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. ലിറ്ററലി എല്ലാവരും പറയുന്നത് ദ ബേസ് ഇസ് കിക്കിങ് എന്നൊക്കെയാണ് യൂട്യൂബിൽ കാണുന്നവരൊക്കെ പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് നോ, വേറെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഇത് പറയുന്നത് കേട്ടു. സോ മേ ബി എൻ്റെ ചെവിയിൽ മര്യാദയ്ക്ക് ഇരിക്കാത്തതുകൊണ്ടായിരിക്കാം. ലെറ്റ് മീ ചെക്ക്. നമുക്കൊരു ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് എടുക്കാം. അതെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ്, ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ, നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. ഇവിടെ ബ്ലൂടൂത്ത് എടുക്കുക. ഇവിടെ ലാൻസ് എയർപോഡ്സ് പ്രോൻ്റെ ഐ ബട്ടൺ അമർത്തുക. ആൻഡ് ഇവിടെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആൻഡ് ട്രാൻസ്പാരൻസി മോഡിലേക്ക് ഇടാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് കണ്ടിന്യൂ. മ്യൂസിക് ഗുഡ് സീൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്, ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് കൺവിൻസ്ഡ്. സോ ഞാൻ ആക്ച്വലി ചെറിയ ഇയർ ടിപ്പ് ഒന്ന് ഇട്ട് നോക്കാം. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, സോ നൗ എൻ്റെ ഇയർ ടിപ്പ് മീഡിയത്തിൽ നിന്ന് ഞാൻ മാറ്റി സ്മോൾ ആക്കി. നൗ ഇറ്റ്സ് പെർഫെക്റ്റ്. യാ, ബേസ് ഇസ് കിക്കിങ് ഇൻ. യാ, ഇപ്പോൾ അടിപൊളിയായി. സോ ആക്ച്വലി അത് ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ആ ഒരു ഇയർ ടിപ്പ് ഫിറ്റ് ആവാത്തതിൻ്റെ ആയിരുന്നു. ആക്ച്വലി ഇത് ക്ലിയർ, അതായത് മിഡ്സ് ആൻഡ് ദ ഹൈസ് ദാറ്റ് റിയലി പോപ്സ് ഔട്ട്. അടിപൊളിയാണ്. മിഡ് റേഞ്ചും അതെ, ഹൈ റേഞ്ചും അതെ, അടിപൊളി. ബേസും അടിപൊളിയാണ്. സോ നോയ്സ് ക്യാൻസലേഷനിലിട്ടു. ഇപ്പോൾ ഇനി മ്യൂസിക് കേട്ട് നോക്കട്ടെ. യാ, ഡെഫിനറ്റ്ലി ഗുഡ്, സർപ്രൈസിംഗ്ലി ഗുഡ്. ഓക്കെ, സോ ഇപ്പോൾ ട്രാൻസ്പാരൻസി മോഡ് ഓൺ ആക്കി. നമുക്കിവിടെ ഒരു ഫോഴ്സ് ക്ലിക്ക് ഉണ്ട്, അത് അമർത്തി പിടിച്ച് ട്രാൻസ്പാരൻസി മോഡാണോ. സോ ഇപ്പോൾ ട്രാൻസ്പാരൻസി മോഡാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാം. പ്രസ് അഗെയിൻ, നോയ്സ് ക്യാൻസലേഷൻസ് ആക്റ്റീവ് ആൻഡ് ഐ കാൻ ഹിയർ നത്തിങ്. എൻ്റെ സൗണ്ട് പോലും എനിക്ക് ലിറ്ററലി കേൾക്കാൻ പറ്റുന്നില്ല. ഗ്രേറ്റ് ജോബ് ആപ്പിൾ. സോ ഞാനിതിൻ്റെ കൂടെ ഒരു ഹിഞ്ച് ഈ സാധനം, ദിസ് ഇസ് സോ സാറ്റിസ്ഫൈങ് ടു ക്ലോസ്. ആൻഡ് എവറി ടൈം ഐ ഓപ്പൺ ദിസ് എൻ്റെ ഐപാഡിലൂടെ പോപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു കേസും കൂടി ഞാൻ മേടിച്ചു, റെഡ് കളർ. എപ്പോഴും ഒരു കേസ് ഇതിനിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഔട്ട് ആൻഡ് പുട്ടിങ് ഇറ്റ് ബാക്ക് ഇൻ ഇസ് കൈൻഡ് ഓഫ് വെരി ഈസി. ആൻഡ് ഇത് നമ്മൾ ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ മ്യൂസിക് പോസ് ആവും, ആസ് യു ക്യാൻ സീ. തിരിച്ച് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് പ്ലേ ആവും. ദാറ്റ് ഇസ് കോൾഡ് ഓട്ടോമാറ്റിക് ഇയർ ഡിറ്റക്ഷൻ. ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ഗൈസ്. ആക്ച്വലി ആദ്യം എനിക്ക് ബേസ് ഇത്തിരി കുറവ് തോന്നി, പക്ഷേ ഐ വാസ് കംപ്ലീറ്റ്ലി റോങ്. ഈ ഇയർ ടിപ്പ് ശരിക്കും ഇരിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ശരിക്കും ഇരിക്കുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഫോളിങ് ഔട്ട് ഓൺ മൈ ഇയർ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. ആൻഡ്
ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞാൽ സിലിക്കോൺ ടിപ്പ് ഉണ്ടായിട്ട് പോലും ഈ ഒരു സാധനം ഒരു പ്രഷറോ അങ്ങനത്തെ ഒരു സാധനം യാതൊരു വിധത്തിലുള്ള സാധനം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷനിലാണ് ഇത്, ഞാനിത് ഓഫ് ചെയ്ത് ട്രാൻസ്പാരൻസിയിലേക്ക് ഇട്ടാൽ പോലും നമുക്ക് ട്രാൻസ്പാരൻസിയിലേക്ക് ഇട്ടാൽ റൈറ്റ് ഈ സാധനം സെവിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കത്തുള്ളൂ. ആക്ച്വലി ഇവിടെ ഈ ഒരു ബ്ലാക്ക് വെൻറ്റിൽ കൂടെയാണ് ഈ നോയ്സ് ക്യാൻസലിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മെനി മോർ ടെക്നിക്കൽ ആൻഡ് ഫോർ ദ ഡീറ്റെയിൽസ് വിൽ ബി ദർ ഇൻ മൈ കംപ്ലീറ്റ് റിവ്യൂ, സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ ഓഫിലിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പാസീവ് നോയ്സ് ട്രാൻസ്ലേഷൻ നല്ല രീതിയിൽ തന്നെയുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സൗണ്ട് ഭയങ്കര മഫിൾഡ് ആൻഡ് ബാസ് കൂടി കേൾക്കുന്നത് ഒന്നും കേൾക്കുന്നില്ല. ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് എനിക്ക് വരും വളരെ കുറച്ച് കേൾക്കാൻ പറ്റും. അത് അടിപൊളി ഫീച്ചറാണ്. സോ ലെറ്റ് മീ എൻജോയ് യൂസിങ് ദിസ്, ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. ആൻഡ് iPhone 5s ഞാൻ ഈ ഒരു സാധനം കണക്ട് ചെയ്തിട്ടില്ല, റീസൺ ഞാൻ റിവ്യൂവിൽ പറയുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ഞാൻ വീണ്ടും വരുന്നത്. സൈനിങ് ഓഫ്, ബൈ ഫോർ നൗ.